റിയൽ ഇൻഫോബിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും ജനപ്രിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ഇലക്ട്രോണിക് KYC നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ 10,000 രൂപ കേന്ദ്ര സർക്കാർ നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ പോവുകയാണ്. പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്തവർക്കും ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് എടുത്തവർക്കും എല്ലാം 10,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു അറിയിപ്പായി സ്വീകരിക്കുക. ഏപ്രിൽ 30-ാം തീയതി വരെ, അതായത് ചൊവ്വാഴ്ച വരെ നമുക്ക് ഇലക്ട്രോണിക് KYC ചെയ്യാൻ സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒറ്റത്തവണ പുതുക്കലായ ഇലക്ട്രോണിക് KYC എന്ന കാര്യം, അതോടൊപ്പം നമ്മുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ, അതായത് ലാൻഡ് സീഡിംഗ് എന്നത്, കൂടാതെ ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിലുള്ള ബാങ്ക് സീഡിംഗ് പൂർത്തീകരിച്ച അക്കൗണ്ടാണോ എന്ന കാര്യവും ശ്രദ്ധിക്കണം. അതല്ല, ബാങ്ക് സീഡിങ്ങിൽ വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പുതിയതായി ഒരു അക്കൗണ്ട് തുറക്കേണ്ടതാണ്. ഈ 3 കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടത്. 12ാമത്തെ ഗഡു മുതൽ തടസ്സപ്പെട്ട നിരവധി കർഷകരാണ് കേരളത്തിലുള്ളത്. അതായത് ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ്, ബാങ്ക് സീഡിംഗ് ഇവയിലേതെങ്കിലും ഒന്ന് തടസ്സപ്പെട്ട കർഷകർ, ഇത് പൂർത്തീകരിക്കാനുള്ള സമയമാണ് ഏപ്രിൽ 30. അതിനു മുമ്പ് ഈ ഒറ്റത്തവണ പൂർത്തിയാക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നാളിതുവരെ മുടങ്ങിയ 5 ഗഡുക്കൾ, അതായത് ഏകദേശം 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും. അത് ഓരോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നൽകുകയും ചെയ്യും. അതേസമയം നാളിതുവരെ കൃത്യമായ ഗഡുക്കൾ ലഭിച്ചിട്ടുള്ള കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് 2,000 രൂപയാണ് എത്തിച്ചേരുക. അവർ ഏപ്രിൽ 30-ന് KYC, ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഒറ്റത്തവണ ചെയ്യേണ്ടതാണ്. അതവർ പൂർത്തീകരിച്ചിട്ടുള്ളതിനാലാണ് കൃത്യമായി ഗഡുക്കൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള ധനസഹായവും മെയ് മാസം സർക്കാർ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 3 ലക്ഷം വരെ ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് മുൻഗണന നൽകി സ്പെഷ്യൽ ക്യാമ്പയിനിലൂടെ 3 ലക്ഷം രൂപ 4% പലിശയിലൂടെ അവർക്ക് നൽകും. കിസാൻ സമ്മാൻ നിധിയിലെ വർഷത്തിൽ 6,000 രൂപ ലഭിക്കുന്നതിൽ 1 ഗഡുവാണ് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായി ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ച കർഷകർക്ക് ഈ ആനുകൂല്യം കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടും ആനുകൂല്യം മുടങ്ങുന്ന കർഷകരാണെങ്കിൽ അവർക്കാണ് പരാതി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. പരാതി സമർപ്പിക്കുന്നതിനായി അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളിലോ അക്ഷയ സെൻ്ററുകളിലോ പോയി പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് 50 രൂപ ഫീസ് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മെയ് മാസം വിതരണം ചെയ്യുന്ന 2,000 മുടങ്ങാതിരിക്കാൻ ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. Thank you for watching.